Assalamu alaikum. Good morning to all. Welcome to Max class. Before starting the class, let's say dua for knowledge. Rabbi Yasir, Wala Tu'asir, Wa Tamim Bil Khair, Wa Bika Nasta'inu, Ya Fattahu, Rabbi Sidni Ilma, Rabbi Sidni Ilma, Rabbi Sidni Ilma. How are you, children? I hope all of you fine and safe at home. So in the last class, what we have studied, monomial, binomial, trinomial and polynomials, and we have studied addition of algebraic expression. Okay, so in this class we are going to study the subtraction of algebraic expression. So നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അഡിഷൻ ആയിരുന്നു പഠിച്ചത് അല്ലേ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ്? സബ്ട്രാക്ഷൻ ആണ്. സബ്ട്രാക്ഷൻസ് ഓഫ് algebraic expressions. Subtract minus 5y square from y square. എന്താണ് ക്വസ്റ്റ്യൻ? മൈനസ് 5y square from y square. എന്താണ്? y സ്ക്വയറിൽ നിന്നും മൈനസ് 5y square എന്ത് ചെയ്യുക? സബ്ട്രാക്ട് ചെയ്യുക. ഓക്കെ, സോ y square മൈനസ് ഓഫ് 5y square. ഇങ്ങനെയല്ലേ ഇത് എഴുതേണ്ടത്? കാരണം എന്താണ്? ഇവിടെ ഓൾറെഡി മൈനസ് ഉണ്ട്. സോ നമ്മൾ എന്ത് ചെയ്യുക? അതിനെ ബ്രാക്കറ്റ് ഇട്ട് വേണം നമ്മൾ എഴുതാൻ. ഓക്കെ, സോ മൈനസ് ആണ് ചെയ്യേണ്ടത്. സോ y square മൈനസ് 5y square. ഓക്കെ, ഇനി എങ്ങനെയാണ് ഇത് സോൾവ് ചെയ്യുന്നത്? ഫസ്റ്റ് വി ഹാവ് ടു ഓപ്പൺ ദ ബ്രാക്കറ്റ്. ഫസ്റ്റ് എന്ത് ചെയ്യുക? ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. ദാറ്റ് ഈസ് y square മൈനസ്. ഓക്കെ, ഈ മൈനസൂടെ ചേരുമ്പോൾ എന്താവും? പ്ലസ് ആവും. കാരണം ഈ മൈനസ് കൊണ്ട് നമ്മൾ ഈ ബ്രാക്കറ്റ് എന്ത് ചെയ്യാണ്? ഓപ്പൺ ആക്കുകയാണ്. ഓക്കെ, ഇതാ നോക്കിക്കേ, ഇവിടെ മൈനസ് y square എന്നാണ് എഴുതുന്നത്. സോ ഈ മൈനസൂടെ ചേരുമ്പോൾ എന്താവും? പ്ലസ് ആവും. Okay, so the algebraic expression become y square plus 5y square. ഓക്കെ, ഇനി എന്ത് ചെയ്യുക? നമ്മൾ സബ്ട്രാക്ഷൻ ആണ് പറഞ്ഞെങ്കിലും മൈനസ് വന്നപ്പോൾ ലാസ്റ്റ് എന്തായത്? അഡിഷൻ ആയി. ഓക്കെ, സോ അതാണ് ഇൻറ്റിജേഴ്സ് നമ്പേഴ്സിൻ്റെ വരുന്നത് അല്ലേ. കാരണം മൈനസോട് ചേരുമ്പോൾ എന്താവും? പ്ലസ് ആവും. സോ y square plus 5y square എങ്ങനെയാണ് ചെയ്യുന്നത്? ഫസ്റ്റ് നോക്കുക, ലൈക്ക് ടേംസ് ആണോ? എന്താ, ഇവിടെ ഒരു y square ആണ്, ഇവിടെ ഒരു y square ആണ്. സോ രണ്ടിലും എന്താ വരുന്നത്? രണ്ടിലും ലൈക്ക് ടേംസ് ആണ് വരുന്നത്. സോ y സ്ക്വയറും 5y സ്ക്വയറും ചേരുമ്പോൾ എത്ര ആയിരിക്കും? 6y square. ഓക്കെ, 6y square. y സ്ക്വയറിൻ്റെ കൂടെ കാരണം എന്താണ്? ഇവിടെ ഓൾറെഡി 1 ഉണ്ടല്ലേ. ഓൾറെഡി എന്തുണ്ട്? 1 ഉണ്ട്. ഓക്കെ, സോ y സ്ക്വയർ പ്ലസ് 5y square. 5 കൂടെ 1 കൂട്ടുമ്പോൾ 6. ഓക്കെ, സോ 6y square. നെക്സ്റ്റ് വൺ. Subtract 6y from minus 12y. ഓക്കെ, എന്താണ് ചെയ്യേണ്ടത്? സബ്ട്രാക്ഷൻ ആണ്. സബ്ട്രാക്ട് 6y ഫ്രം മൈനസ് 12xy. മൈനസ് 12xyയിൽ നിന്നും എന്ത് സബ്ട്രാക്ട് ചെയ്യണം? 6xy സബ്ട്രാക്ട് ചെയ്യാം. ഓക്കെ, സോ വി ഗെറ്റ് മൈനസ് 12y. ബ്രാക്കറ്റ് എഴുതുമ്പോൾ എത്ര കിട്ടും? മൈനസ് 6xy. ഓക്കെ, ഇനി എന്ത് ചെയ്യുക? ഇതാ നോക്കിക്കേ, ഈ ടേംസ് നോക്കിയാൽ മൈനസ് 12xyയും മൈനസ് 6xyയും എന്തുമായിരിക്കും ആൻസർ കിട്ടുന്നത്? ഫസ്റ്റ് നോക്കിയാൽ നമ്മൾ ടേംസ് ആ നമ്പേഴ്സ് മാത്രം ഒന്ന് എഴുതി നോക്കേ. മൈനസ് 12ഉം മൈനസ് 6ഉം. ഫസ്റ്റ് എന്ത് ചെയ്യുക? വേരിയബിൾസ് അവിടെ തന്നെ ഇടുക. കോഎഫിഷ്യൻറ്റ് തമ്മിൽ എന്ത് ചെയ്യുക? ആഡ് ചെയ്യുകയോ സബ്ട്രാക്ട് ചെയ്യുകയോ ചെയ്യുക. ഓക്കെ, സോ മൈനസ് 12 മൈനസ് 6 എത്ര കിട്ടും? മൈനസ് 18. So we get minus 18xy. That is the variable. Okay, xy is the variable. So ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? വേരിയബിൾസിൻ്റെ കൂടെ നിൽക്കുന്ന കോഎഫിഷ്യൻറ്റ്സ് തമ്മിൽ ആഡ് ചെയ്യുക. അല്ലെങ്കിൽ എന്താണോ നിങ്ങൾക്ക് വരുന്നത്, ഓപ്പറേഷൻസ് വരുന്നത്, അത് ചെയ്യുക. സബ്ട്രാക്ട് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക? ആ വേരിയബിൾസ് അതുപോലെ തന്നെ കോഎഫിഷ്യൻ്റ് കൂടെ കൊടുക്കുക. ഓക്കെ, subtract a minus b from a plus b. എന്ത് ചെയ്യുക? a minus b a plus bയിൽ നിന്നും സബ്ട്രാക്ട് ചെയ്യുക. എങ്ങനെ ചെയ്യും? ഫസ്റ്റ് a plus b മൈനസ് a minus b. ഓക്കെ ആണോ?
ദെൻ ഇനി എന്ത് ചെയ്യുക, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം, എ പ്ലസ് ബി. സോ മൈനസ് നമ്മൾ കൊണ്ടുവന്ന് ഓപ്പൺ ആക്കുകയാണ് അല്ലേ. സോ മൈനസ് എ, ദെൻ മൈനസ് മൈനസോടെ ചേരുമ്പോൾ പ്ലസ് ബി. ഓക്കെ ആണോ? ദെൻ ഇനി എന്ത് ചെയ്യുക, ലൈക്ക് ടേംസ് ഒരുമിച്ച് എഴുതുക. ഓക്കെ, ഫസ്റ്റ് വി ഹാവ് ടു അറേഞ്ച് ദ ലൈക്ക് ടേംസ്. ദാറ്റ് ഇസ് എ മൈനസ് എ ദെൻ ബി പ്ലസ് ബി. എന്ത് ചെയ്യും, എ ടേംസ് എല്ലാം നമ്മൾ ഒരുമിച്ച് എഴുതി, ബി ടേംസ് എല്ലാം ഒരുമിച്ച് എഴുതി. ഇനി എയിൽ നിന്ന് എ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ എത്ര കിട്ടും, 0. ദെൻ എന്തുണ്ട്, ബി ഉണ്ട്, ബി പ്ലസ് ബി. ഓക്കെ, ബി പ്ലസ് ബി മീൻസ് എന്താണ്, 2b അല്ലേ. ബി പ്ലസ് ബി എന്താണ്, 2b ആണ്. ഓക്കെ, 2 + 2നെ നമ്മൾ എങ്ങനെ എഴുതുന്നത്, 2 × 2 എന്ന് എഴുതാം അല്ലേ. എ പ്ലസ് എനെ എങ്ങനെ എഴുതാം, 2 × a എന്ന് എഴുതാം. ഓക്കെ, അതുപോലെ തന്നെയാണ് ബി പ്ലസ് ബി എ നമ്മൾ എന്ത് എഴുതുന്നത്, 2b. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സബ്ട്രാക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇസ് ഇറ്റ് ക്ലിയർ? സോ മിസ് തരുന്ന പ്രോബ്ലംസ് നല്ല രീതിയിൽ ചെയ്ത് പഠിക്കുക. ഓക്കെ, then next we will study the finding the values of an expression. ഒരു എക്സ്പ്രഷൻ്റെ വാല്യൂസ് ആണ് നമ്മൾ നെക്സ്റ്റ് ഫൈൻഡ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, exercise 12.3. First one, if m is equal to 2, find the value of m minus 2. ഓക്കെ, സോ എന്താണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് എന്താണ്, ഇഫ് എം ഇസ് ഇക്വൽ ടു 2 ഫൈൻഡ് ദ വാല്യൂ ഓഫ് എം മൈനസ് 2. എമ്മിൻ്റെ വില എത്രയാണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, 2. ഓക്കെ, എമ്മിൻ്റെ വില 2 ആണെങ്കിൽ എം മൈനസ് 2 എത്രയായിരിക്കും, എങ്ങനെയാണ് ഫൈൻഡ് ചെയ്യേണ്ടത്, പുട്ട് ദ വാല്യൂ ഓഫ് എം. ഫസ്റ്റ് എന്ത് ചെയ്യുക, നമ്മൾ എമ്മിന് വാല്യൂ കൊടുക്കുക. ഓക്കെ, എം മൈനസ് 2, എമ്മിന് എത്രയാണ് വാല്യൂ കൊടുത്തേക്കുന്നത്, 2. ദാറ്റ് ഈസ് 2 മൈനസ് 2 വിച്ച് ഈസ് ഈക്വൽ ടു 0. ഇത് വളരെ സിമ്പിളാണ്. എന്ത് ചെയ്യുക, ആ തന്നിരിക്കുന്ന എക്സ്പ്രഷനിൽ ആ വാല്യൂ എമ്മിൻ്റെ ആണെങ്കിൽ തന്നിരിക്കുന്ന ടേമിൻ്റെ വാല്യൂ എന്ത് കൊടുക്കുക, ഇട്ട് കൊടുക്കുക. ഓക്കെ, നെക്സ്റ്റ് വൺ, സെക്കൻഡ് ക്വസ്റ്റ്യൻ, 3m minus 5. So next question is 3m minus 5. So എന്ത് എടുക്കുക, എമ്മിൻ്റെ വാല്യൂ എത്രയാണെന്ന് തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ, 2. സോ എമ്മിന് നമുക്ക് എന്ത് കൊടുക്കാം, 2 കൊടുക്കാം. സോ 3 × 2 minus 5. That is 3 2s are 6 minus 5 which is equal to 1. Okay, which is equal to 1. Okay, ഈ എമ്മിന് എന്ത് കൊടുത്താൽ മതി, 2 കൊടുത്താൽ മതി. ഓക്കെ, next one, second question, if p is equal to minus 2 find the value of first one 4p plus 7. എന്താണ് ക്വസ്റ്റ്യൻ, ഇഫ് പി ഇസ് ഈക്വൽ ടു -2 ഫൈൻഡ് ദ വാല്യൂ ഓഫ് 4p plus 7. പിയുടെ വാല്യൂ എത്രയാണ്, -2. സോ ദ ഓൾജിബ്രിക് എക്സ്പ്രഷനിൽ നമ്മൾ പിയുടെ വാല്യൂ കൊടുക്കുക. ഓക്കെ, സോ ആൻസർ 4 ഇൻറ്റു പിയുടെ വാല്യൂ എത്രയാണ്, -2 പ്ലസ് 7. ഓക്കെ, പിയുടെ വാല്യൂ എന്ത് കൊടുത്തു, നമ്മൾ -2 കൊടുത്തു. ഓക്കെ, സോ വി ഗെറ്റ് 4 ഇൻറ്റു -2 ഇസ് -8 പ്ലസ് 7. ഓക്കെ, സോ -18 ന്ന് എന്താണ് +7 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ എത്ര കിട്ടും, -1. ഓക്കെ ആണോ? ഓക്കെ, ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ, then second question, if p is equal to -2 find the value of -3p square plus 4p plus 7. so ഈ pന്റെ അടുക്ക് എല്ലാം ഏത് വാല്യൂ കൊടുക്കണം, -2 കൊടുക്കണം. ഓക്കെ, കൊടുത്തു നോക്കാം, എന്നിട്ട് നമുക്ക് സോൾവ് ചെയ്യാം. സോ -3 ഇൻറ്റു -2 ദി ഹോൾ സ്ക്വയർ, കാരണം ഇവിടെ എന്താണ് p സ്ക്വയർ ആണ്. സോ -2, പിന്റെ വാല്യൂ എത്രയാണ്, -2. സോ -2 ദി ഹോൾ സ്ക്വയർ പ്ലസ് 4 ഇൻറ്റു -2 പ്ലസ് 7. ഓക്കെ, പി കൊടുത്തിരുന്ന പി ഉള്ളിടയ്ക്ക് എല്ലാം നമ്മൾ ഏത് വാല്യൂ കൊടുത്തു, -2 കൊടുത്തു. ഓക്കെ, ദെൻ ഇനി സോൾവ് ചെയ്യാം. -3 ഇൻറ്റു -2 ഇൻറ്റു -2
minus 2 the whole square we can write minus 2 into minus 2. So we get രണ്ട് മൈനസ് നമ്പേഴ്സിൻ്റെ രണ്ട് നെഗറ്റീവ് നമ്പേഴ്സിൻ്റെ പ്രോഡക്റ്റ് എത്ര ആയിരിക്കും? ഒരു പോസിറ്റീവ് നമ്പർ ആയിരിക്കും അല്ലേ? So we get 4 plus 4 into minus 2 plus 7. ഓക്കെ, ഇനി നോക്കിയേ ഇതെങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത്? ഫസ്റ്റ് എന്ത് ചെയ്യുക? മൾട്ടിപ്ലിക്കേഷൻ നമ്മൾ സോൾവ് ചെയ്യുക അല്ലേ? മൾട്ടിപ്ലിക്കേഷൻ സോൾവ് ചെയ്യുക. സോ മൈനസ് 3 ഇൻറ്റു 4 എത്ര കിട്ടും? മൈനസ് 12. മൈനസ് 3 ഇൻറ്റു 4 എത്രയാണ് കിട്ടുന്നത്? മൈനസ് 12 പ്ലസ് 4 ഇൻറ്റു മൈനസ് 2 എത്രയാണ്? മൈനസ് 8 ദെൻ 7. ഇനി ഇത് സോൾവ് ചെയ്യാം. ഓക്കെ, മൈനസ് 12 പ്ലസ് മൈനസ് 8 പ്ലസ് 7. ഓക്കെ, സോ വി ഗെറ്റ് മൈനസ് 13. ഓക്കെ, മൈനസ് 12ഉം പ്ലസ് മൈനസ് 8 കൂടെ ചെയ്യുമ്പോൾ മൈനസ് 20 കിട്ടും. ഈ 20ൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യുക? മൈനസ് 20 പ്ലസ് 7 ചെയ്യുക. സോ വി ഗെറ്റ് മൈനസ് 13. ഓക്കെ ആണോ? Next one, when a is equal to 0, b is equal to 1, minus 1, find the value of the given expressions. First one, 2a plus 2b. എന്താണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്? നോക്കിക്കേ, when a is equal to 0, b is equal to minus 1, find the value of given expression. First one 2a plus 2b. So എയുടെ വാല്യൂയും ബിയുടെ വാല്യൂയും ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ട്. എന്താണ്? a is equal to 0യും b is equal to minus 1ഉം. സോ ഈ എക്സ്പ്രഷനിനകത്ത് എയും ഉണ്ട് ബിയും ഉണ്ട്. സോ എയുടെയും ബിയുടെയും വാല്യൂ ഈ എക്സ്പ്രഷനിൽ കൊടുക്കുക. ദാറ്റ് ഇസ് 2 ഇൻറ്റു എയുടെ വാല്യൂ എന്താണ്? 0. എയുടെ വാല്യൂ 0 പ്ലസ് 2 ഇൻറ്റു ബിയുടെ വാല്യൂ എന്താണ്? മൈനസ് 1. ഓക്കെ, എയുടെയും ബിയുടെയും വാല്യൂസ് കൊടുക്കുക. ഫസ്റ്റ് എയുടെ വാല്യൂ 0 ആണ്, പ്ലസ് ബിയുടെ വാല്യൂ മൈനസ് 1 ആണ്. ഓക്കെ, ഇനി സോൾവ് ചെയ്യാം. 2നെ 0 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്ര തന്നെയാണ്? 0. ദെൻ 2നെ മൈനസ് 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മൈനസ് 2. സോ ദ ആൻസർ ഈസ് മൈനസ് 2. ഓക്കെ, ഓക്കെ ആണോ? ആൻഡ് നെക്സ്റ്റ് വൺ, സെക്കൻഡ് വൺ, 2a square plus b square plus 1. So when a is equal to 0, b is equal to minus 1, find the value of the given expression, that is 2a square plus b square plus 1. ഇനി എന്ത് ചെയ്യുക? ഈ എക്സ്പ്രഷനിൽ എയുടെയും ബിയുടെയും വാല്യൂസ് പുട്ട് ചെയ്യുക. ഓക്കെ, 2 ഇൻറ്റു എ എത്രയാണ്? 0 പ്ലസ് ബി എത്രയാണ്? മൈനസ് 1 the whole square plus 1. ഓക്കെ, മൈനസ് 1 the whole square പ്ലസ് 1. ഇനി എന്ത് ചെയ്യുക? ഇതെന്തു ആവും? 0 ആവും അല്ലേ? ഈ ടേംസ് എന്താവും? 0 ആവും. ഓക്കെ, ഈ ടേംസ് 0 ആവും. ഇനി മൈനസ് 1 the whole square എങ്ങനെയാണ് എഴുതുന്നത്? മൈനസ് 1 the whole square is equal to minus 1 into minus 1. That is 1. 1 plus 1. Okay, 1 plus 1 which is equal to 2. Okay. Is it clear? So നമ്മൾ എന്താണ് പഠിച്ചത്? വാല്യൂസ് ആണ് അല്ലേ? വാല്യൂസ് എങ്ങനെയാണ് ഫൈൻഡ് ദ വാല്യൂസ് ഓഫ് ആൻ എക്സ്പ്രഷൻസ് എന്ന ടോപ്പിക്കാണ് നമ്മൾ പഠിച്ചത്. തന്നിരിക്കുന്ന ഓൾജിബ്രിക് എക്സ്പ്രഷനിലെ വേരിയബിൾസിൻ്റെ വാല്യൂസ് നമുക്ക് ഓൾറെഡി ക്വസ്റ്റ്യനിൽ തരും. നമ്മൾ എന്ത് ചെയ്യുക? ആ വേരിയബിൾസിൻ്റെ വാല്യൂസ് അതിനകത്ത് പുട്ട് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക? സോൾവ് ചെയ്യുക. ഓക്കെ, സോ ഈ ചാപ്റ്ററിൽ നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ പഠിച്ചാൽ മതി. ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. സോ ഇത്രയും പഠിച്ചാൽ മതി. ഓക്കെ, സോ ദ ചാപ്റ്റർ ഈസ് ഓവർ. ലെറ്റ്സ് വൈൻഡ് അപ്പ് ദ ക്ലാസ്. അസ്സലാമു അലൈക്കും.